സ്മൃതി തരംഗം. ആകാശവാണിയുടെ ശബ്ദശേഖരത്തെ ആസ്പദമാക്കിയുള്ള പരിപാടി. സ്മൃതി തരംഗത്തിലേക്ക് സ്വാഗതം. നാരായണൻ നമ്പൂതിരി കക്കാട്. എൻ കക്കാട് എന്നറിയപ്പെടുന്ന കവി നാരായണൻ നമ്പൂതിരി കക്കാട് കോഴിക്കോട് അവിട്ടനല്ലൂരിൽ ജനിച്ചു. ബാല്യത്തിൽ തന്നെ സംസ്കൃതവും തന്ത്രകർമ്മങ്ങളും അഭ്യസിച്ചു. BOL ബിരുദം നേടി. യോഗക്ഷേമ സഭയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിച്ചു. ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ജോലിയിൽ ചേർന്നു. 1985 പ്രൊഡ്യൂസറായി വിരമിച്ചു. കേരള സാഹിത്യ സമിതി, കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, വള്ളത്തോൾ വിദ്യാപീഠം എന്നിവയുടെ ഭാരവാഹിയായിരുന്നു. വേദനയുടെയും സഹതാപത്തിന്റെയും വികാരാർദ്രമായ പ്രതിഫലനമാണ് കക്കാടിന്റെ കവിത. ഇടത്തരക്കാരന്റെ ധർമ്മസങ്കടങ്ങളും ആധുനിക നാഗരികതയുടെ ഫലശൂന്യതയും കവിതയിൽ ആവിഷ്കരിച്ച ഇദ്ദേഹത്തിന്റെ സഫലമീ യാത്ര എന്ന കൃതി 1985 ഓടക്കുഴൽ അവാർഡിനും 1986 ആശാൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയ്ക്കും അർഹമായി. 1987 ജനുവരി 6 അന്തരിച്ചു. NN കക്കാടുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന്. ആധുനിക മലയാള കവിതയുടെ ഉപജ്ഞാതാക്കളിൽ പ്രമുഖൻ എന്ന നിലയിൽ താങ്കൾ എഴുതി തുടങ്ങിയ കാലത്തിന് ശേഷം മലയാള കവിതയിൽ എന്തുമാത്രം മാറ്റമുണ്ടായിട്ടുണ്ട്? മാറ്റമുണ്ടായത് സമീപനത്തിലാണ്. ഇതുവരെ റിയലായിട്ടുള്ള വസ്തുതകൾ എഴുതി പോരുക എന്നുള്ള ഒന്നുണ്ടായിരുന്നു. വലിയ മഹാന്മാരായിട്ടുള്ള കവികൾ ആ ബാരിയർ ഭേദിച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ നിലവാരം അതായിരുന്നു. അതിനപ്പുറത്ത് ജീവിതത്തിന്റെ നിഗൂഢങ്ങളായിട്ടുള്ള വെളിപാടുകളിലേക്ക് വെളിച്ചം വീശാനുള്ള അന്വേഷണം ശക്തി ആരംഭിച്ചിട്ടുള്ളത് ഈ ആധുനിക വന്നതിന് ശേഷമാണ്. മറ്റൊന്ന്, ഇതുവരെ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് കവിതകൾ മിക്കവാറും ഗ്രാമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. പുതുതായി സ്വാതന്ത്ര്യത്തിന് ശേഷം വളർന്നു വന്നിട്ടുള്ള ഈ നാഗരിക സംസ്കാരം മിക്കവാറും തിരസ്കരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു സാഹിത്യ ലോകത്തിൽ. അവിടേക്ക് പുതുതായി വെളിച്ചം വീശാൻ കവിതയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ മാറ്റമാണ്. കവിതയോടുള്ള ആളുകളുടെ വൈകാരികമായ മനോഭാവത്തിന്, ആസ്വാദശേഷിക്ക് മാറ്റം വന്നിട്ടുണ്ട്. രണ്ടാമത്, കാവ്യരൂപത്തിന് മാറ്റമുണ്ടായിട്ടുണ്ട്. കാവ്യരൂപത്തിന്റെ മാറ്റം, കാവ്യഭംഗി എന്നുള്ളത് കേവലം വൃത്തത്തിൻ്റെയോ പദസൗഭാഗ്യത്തിൻ്റെയോ മാത്രമല്ല എന്നും അതിൽ ആവിഷ്കരിക്കപ്പെടുന്ന ജീവിത സന്ദർഭങ്ങളുടെ അഗാധതയാണ് എന്നുമുള്ള ബോധം ഉണ്ടായിട്ടുണ്ട്. ഈ സബ്റ്റിലിറ്റിയാണ് വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. മറ്റൊന്ന് വന്നിട്ടുള്ളത്, പുതുതായി എഴുതി വരുന്ന കുട്ടികൾ ഈ ഗൗരവം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വശമാണ്. അവര് ഏറ്റവും പുതുതായി കണ്ട വൃത്തമില്ലാത്ത, ഗദ്യമല്ലാത്ത എന്തോ ഒന്നിനെ അനുകരിക്കുകയല്ലേ എന്ന് പലപ്പോഴും ഞാൻ ഭയപ്പെടുന്നു. ഇവർ അനുകരിക്കുന്ന ആരെയാണ്? പാശ്ചാത്യ സാഹിത്യകാരന്മാരെയാണോ അതോ മലയാളത്തിലെ സാഹിത്യകാരന്മാരെയാണോ? ഇവർ പാശ്ചാത്യ സാഹിത്യം വേറെ വായിക്കാറുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കില്ല. നമ്മുടെ തന്നെ ദീർഘമായ പാരമ്പര്യം ഇവർ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നും എനിക്ക് വിശ്വാസമില്ല. തങ്ങളുടെ തൊട്ട് മുമ്പേ കാണുന്ന പ്രശസ്തരായ ആരുടെയെങ്കിലും വരികളുടെ സാമാന്യ ഭാവം നോക്കി അതുപോലെ എഴുതാനുള്ള ശ്രമമാണ് പലപ്പോഴും നടക്കുന്നത്. ഈ അവാർഡുകൾ മാഷെ തേടി വന്നത് വളരെ വൈകിയാണെന്ന് തോന്നുന്നല്ലോ. അവാർഡുകൾ ഒരാളെ മാത്രം അന്വേഷിച്ച് നടക്കുകയല്ല. ഒരു പ്രദേശത്തെ എഴുത്തുകാര് അനേകം പേരുണ്ട്. ഇത് ഓരോ തരത്തിൽ ഓരോ സമയത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരാൾ എന്നേ ഉള്ളൂ. പിന്നെ വൈകി എന്ന് പറയുന്നത് അടുത്ത സുഹൃത്തുക്കൾക്ക് എപ്പോഴും അങ്ങനെ തോന്നുമല്ലോ. എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും മറ്റുള്ളവരെക്കാൾ അധികം സ്നേഹിതന്മാർ എനിക്കുണ്ടെന്ന്. അതുകൊണ്ട് അവരൊക്കെ പറയണു വൈകിപ്പോയി എന്ന്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വയലാർ അവാർഡ് എന്നല്ല, സാഹിത്യത്തിനുള്ള അവാർഡുകൾ പൊതുവെ ഉത്തേജകങ്ങളാണ്. കൂടുതൽ ശക്തിയായി എഴുതാനും തൻ്റെ വായനക്കാർ തന്നെ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അത് പ്രയോജനപ്പെടും. എൻ്റെ കവിത അംഗീകരിക്കപ്പെടുന്നു എന്നതോടൊപ്പം തന്നെ ഈ കോഴിക്കോട് നഗരം അംഗീകരിക്കപ്പെടുന്നു എന്നുകൂടിയുണ്ട്. വളരെ സാധാരണ രീതിയിൽ കവിത എഴുതിപ്പോന്ന എൻ്റെ കവിതയ്ക്ക് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടാക്കി തീർത്തത് ഈ നഗരവും ഈ നഗരത്തിലെ 10-40 കൊല്ലത്തെ അനുഭവങ്ങളും ആണ്. വാസ്തവത്തിൽ എൻ്റെ നഗരം എന്ന് എനിക്ക് പറയാവുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടിന് വേണമെങ്കിൽ എന്നെ അതുപോലെ തിരിച്ചും അവകാശപ്പെടാം.
കോഴിക്കോട് നഗരത്തിന്റെ ജീവിതത്തിന്റെ ചൂടും വെളിച്ചവും ഇരുട്ടും പുകയുമൊക്കെയാണ് എൻ്റെ കവിതയിൽ ഈ വമ്പിച്ച മാറ്റം ഉണ്ടാക്കി തീർത്തത്. അവാർഡ് നേടിയ സഫലം ഈ യാത്രയ്ക്ക് ശേഷം താങ്കൾ കുറച്ചുകൂടി കവിതകൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇവയുടെ പൊതു സ്വഭാവം എന്താണ്? ഇവയുടെ പൊതു സ്വഭാവം ജീവിതത്തിന്റെ ആത്യന്തികമായ ഗതിവിഗതികളെ കുറിച്ചുള്ള ഒന്നാണ്. പ്രധാനമായും മരണം എന്നത് എൻ്റെ ജീവിതത്തിൽ വളരെ കാലമായിട്ട് നടത്തുന്ന ഒരു ഇമേജാണ്. ആ ഇമേജ് കുറെ കൂടി മൂർത്ത സ്വഭാവം രൂപവൽക്കരിക്കുകയും അത് കേവലം യഥാർത്ഥമായ സ്വാഭാവികമായ ഒരു പരിണതിയാണ് എന്ന ബോധവും ഇതിനുണ്ടായതിൻ്റെ ഫലമായിട്ട് ജീവിതത്തെ വീണ്ടും ഒന്ന് നോക്കിക്കാണാനുള്ള ശ്രമമാണ് പലപ്പോഴും. ജീവിതം എന്നുള്ളത് അത്ര ഉത്കണ്ഠാകുലമായ അങ്ങനെ പൊത്തിപ്പിടിച്ചു നിൽക്കേണ്ടുന്ന ഒരു തേൻതുള്ളിയൊന്നുമല്ല. സ്വാഭാവികമായി വന്ന് വിടർന്ന് വാടിപ്പോകേണ്ട ഒരു പുഷ്പം മാത്രമാണ് എന്ന ബോധം വളരെ വളരെ കാലമായിട്ട് അടിയിലുണ്ടായിരുന്നെങ്കിലും കൂടുതൽ പ്രകടമായി വന്നത് അടുത്ത കാലത്തായിട്ടാണ്. അത് കുറച്ചൊരു പെസിമിസ്റ്റിക് ആണ് എന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ പെസിമിസം അല്ല, അത് കൂടുതൽ റിയലായിട്ടുള്ള ബോധത്തോടു കൂടി ജീവിതത്തെ കാണാനുള്ള ശ്രമമാണ്. അതിൽ ഉത്കണ്ഠയില്ല, പരാതിയില്ല, ഭീതിയില്ല, ദുഃഖമില്ല, ആകർഷണവുമില്ല, മരിക്കണമെന്ന മോഹവുമില്ല, മരിക്കുന്നതിനോട് ഭീതിയുമില്ല. അങ്ങനെ ഒരു മനോഭാവം പതുക്കെ വളർന്നു വരുമ്പോഴുണ്ടാകുന്ന ഒരു തരം സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് വലിയ വാക്കാണ്. എങ്കിലും ആ മാതിരി എന്തോ ഒരു മനോഭാവം കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ആദ്യം ഈ രോഗം വന്ന് ബാധിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അത് മിക്കവാറും എൻ്റെ കവിതയെ ബാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി താങ്കളുടെ ഏതെങ്കിലും കവിതയിലെ ഏതാനും വരികൾ ചൊല്ലാമോ? പകലറുതിക്ക് മുമ്പ് എന്ന കവിതയുടെ അവസാന ഭാഗമാണ് ഇത്. പണ്ടെന്നോ നീട്ടിയ നോവുകളും അവമതികളും എരിയും ചതിവുകളും തോറ്റി പകരത്തിനു പകരം പഴുതുകൾ നോക്കി പകയെണ്ണിത്തേട്ടിയിരിക്കെ കണ്ടടമിടിയുന്നു സഖി കാലനഖച്ചാലുകൾ അണിയുന്നു. ഇനി എന്തേ പകരം പകലറുതിക്കിനി ഇത്തിരി ഇത്തിരി മാത്രം. അകലത്തൊരു താരമുദിച്ചത് പകലറുതി പൂർണ്ണ വിരാമം. ചിടകെട്ടിയ നിഴലുകളിൽ പല നിറമൊഴുകിച്ചേർന്ന് ഒന്നു ലഭിക്കുന്നു. വെളിവിന്നുറവകൾ മധുരിക്കുന്നു പഴയ ചവർപ്പുകൾ. സഖി നമ്മൾക്കിത്തിരി നേരമിരിപ്പത് നറുചിരിയാൽ തന്നെ നിറയ്ക്കാം. കവി NN കക്കാടുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇന്നത്തെ സ്മൃതി തരംഗത്തിൽ ഇതുവരെ കേട്ടത്. ഇന്നത്തെ സ്മൃതി തരംഗം സമാപിക്കുന്നു.